ഞാൻ ഡോക്ടർ MP മണി. പ്രമേഹം ബാധിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. ആശങ്കാജനകമായ വിധത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ പറയുന്നത്. ലോക തലസ്ഥാനമായി മാറുമോ ഈ കാര്യത്തിൽ ഇതുപോലും പലർക്കും സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രമേഹം എന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ പറയും പലരും. ചിലർ പറയും പാരമ്പര്യമാണ്, ചിലർ പറയും പരിഹാരം കൂടുതൽ കഴിച്ചിട്ടാണ്, ചിലർ പറയും വ്യായാമം ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ നിലവിലുള്ള എല്ലാ സിദ്ധാന്തങ്ങളും തിരുത്തിക്കുറിച്ച് ഒരു പുതിയ സിദ്ധാന്തം പുറത്തു വന്നു 2015. അത് അമേരിക്കയിൽ നിന്നൊരു അറിയിപ്പാണെന്ന് പറഞ്ഞൊരു സിദ്ധാന്തമായിട്ട് അവിടെ നിന്നാണ് ഡോക്ടർമാർ അവതരിപ്പിച്ചത്. അതിലവർ പ്രധാന കാരണമായിട്ട് പ്രമേഹത്തിൽ പറയുന്നത് ശരീരത്തിൽ അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം, പാരമ്പര്യത്തിലൊക്കെ ദുർമേധസ് എന്നാണ് പ്രമേഹത്തിൻ്റെ കാരണമായി എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. ദുർമേധസ് അമിതമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ്, പിന്നെ കുറച്ച് അണുബാധകളുമാണ് പ്രധാന കാരണമായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊണ്ണത്തടി പ്രമേഹത്തിൻ്റെ ഒരു കാരണമാണ്. രണ്ട്, ഈ കോവിഡ് കാലത്ത് കോവിഡ് പോസിറ്റീവായ ഒരുപാട് പേരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ നില ഉയരുകയുണ്ടായി. അണുബാധകൾ പഞ്ചസാരയുടെ നില ഉയരാൻ കാരണമാണെന്നൊരു തെളിവാണ്. ഇത് അമേരിക്കയിൽ നിന്ന് പുതിയ സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചതിനുള്ള ഒരു പ്രധാന കാരണം എന്തായിരുന്നു ചോദിച്ചാൽ, അവിടെ പൊണ്ണത്തടിയുള്ള പ്രമേഹ രോഗികളിൽ അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം എടുത്തു കളയാനുള്ള ശസ്ത്രക്രിയ നടത്തിയപ്പോൾ അതോടൊപ്പം പ്രമേഹവും മാറി എന്നതാണ് അതൊരു പുതിയ തിരിച്ചറിവായി. അപ്പോൾ അമിതമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ്, അതുപോലെ ഈ അണുബാധകൾ, ഇത് രണ്ടും കൈകാര്യം ചെയ്താൽ പ്രമേഹം മാറും എന്നേറെ ഉറപ്പാണ്. മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള പഠനത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയോ കുത്തിവെക്കുകയോ വേണമെന്ന ധാരണ ഇതോടെ വൈമാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ അനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. പ്രമേഹ രോഗത്തിൽ ഇത് കഴിക്കുന്ന മരുന്നുകളുടെ ആവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ വേറൊരു കാര്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ അവിടെ ശരിയായിട്ട് ഉൾക്കൊള്ളാം. പക്ഷേ ഒരുപാട് പേര് പെരുക്കി ശരീരപ്രകൃതിയുള്ളവരാണ് പ്രമേഹ രോഗികൾ. അവർക്ക് പൊണ്ണത്തടിയില്ല, അമിതമായി കൊഴുപ്പിൻ്റെ ശേഖരമില്ല, അണുബാധകൾ ഉണ്ടാവുന്നതിന്. പക്ഷേ പ്രമേഹം വളരെ ശക്തമാണ്. മാത്രമല്ല അത് നിയന്ത്രണ വിധേയമാകാൻ അതിലേറെ പ്രയാസമാണ് ഈ പെരുക്കി ശരീരപ്രകൃതിയുള്ള ഒരുപാട് പേര്. അപ്പം അത് വേറെ ഒരാളാണ്. കടുത്ത മാനസിക സംഘർഷം പ്രമേഹം ഉണ്ടാകാൻ വ്യക്തമായൊരു കാരണമാണ്. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ രക്തത്തിൽ സ്ട്രെസ് ഹോർമോണുകളുടെ നില ഉയരങ്ങളിലേക്ക് പോകും. ഇതിൻ്റോടൊപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ നില ഉയരും. ഇതിന് സ്ട്രെസ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് പറയുന്നത് സാധാരണ. ഏതായാലും മാനസിക സംഘർഷം കൊണ്ടുണ്ടാകുന്ന പ്രമേഹം നമ്മുടെ വൈദ്യശാസ്ത്രത്തെ കാര്യമായിട്ട് പരിഗണിക്കാറില്ല. പ്രമേഹമുണ്ട് പരിശോധനയിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രമേഹത്തിലുള്ള മരുന്നുകൾ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. മരുന്നുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ ഇടയ്ക്ക് നോക്കുമ്പോൾ പ്രമേഹത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ നില നിയന്ത്രണ വിധേയമാകുന്നില്ല. വീണ്ടും മരുന്നുകളുടെ അളവ് കൂട്ടും. ഈ അളവ് കൂട്ടുക, പഞ്ചസാരയുടെ നില ഉയരുക എന്നല്ലാതെ ഇത് മാറുന്നൊരു പ്രക്രിയ സാധാരണ കാണാറില്ല. സാമാന്യ ബുദ്ധി വെച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: രോഗം ചികിത്സയും തമ്മിൽ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണത്തിന് കടുത്ത മാനസിക സംഘർഷമുള്ള രോഗി ഒരു വ്യക്തി പ്രമേഹമുണ്ടായി, എത്ര മരുന്ന് കഴിച്ചാലും രോഗിയുടെ മനസ്സിൽ പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഒരു കാലത്തും പ്രമേഹം മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ, രോഗനിർണയത്തിൽ ചികിത്സയിൽ ഈ പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് ശേഖരം, അണുബാധകൾ, മാനസിക സംഘർഷം, ഈ 3 കാര്യങ്ങളിലാണ് രോഗനിർണയ ചികിത്സ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. പിന്നെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ അടുത്ത ഭാഗം ആഹാരത്തിലുള്ള ക്രമീകരണങ്ങൾ, വ്യായാമം. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളത്, ഈ പ്രമേഹം ഒരു മഹാരോഗമായിട്ട് നമ്മളിവിടെ സമൂഹം കണക്കാക്കുന്നു. മഹാരോഗമാണ്, ഒരു മഹാരോഗവുമില്ല. അത് സാധാരണ ജലദോഷത്തെ ഒരു ഗൗരവത്തിലെടുത്താൽ മതി. കാരണം ഈ പുതിയ അറിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ പുതിയ സിദ്ധാന്തത്തിൽ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ വേണമെന്ന ധാരണ ഇതോടെ വഴിമാറുന്നു. പ്രമേഹ രോഗികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ബഹുഭൂരിപക്ഷം പേർക്കും മരുന്നുകൾ കഴിക്കാതെ
സുഖമായി ജീവിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.